ഫ്ലവേഴ്സ് ടോപ്പ് സിംഗർ മെഗാ മാരത്തോൺ ഗ്രാൻഡ് ഫിനാലെ മൊമെന്റ്സ്. ലോകമെമ്പാടുമുള്ള മലയാളി പ്രേക്ഷകർ ആവേശപൂർവ്വം ഹൃദയത്തോട് ചേർത്ത് വെച്ച ഫ്ലവേഴ്സ് ടോപ്പ് സിംഗർ മെഗാ മാരത്തോൺ ഗ്രാൻഡ് ഫിനാലെയുടെ പ്രസക്ത ഭാഗങ്ങൾ വീണ്ടും. വെൽക്കം ടു കോൺഫിഡന്റ് ഗ്രൂപ്പ് പ്രസൻസ് യൂണിറ്റേസ് മസാലാസ് ഫ്ലവേഴ്സ് ടോപ്പ് സിംഗർ മെഗാ മാരത്തോൺ ഗ്രാൻഡ് ഫിനാലെ പവർഡ് ബൈ ജോസ്കോ ജ്വല്ലേഴ്സ്, ബൈജൂസ് കീപ് ലേണിംഗ്, RKG ഗീ ഫോൺ പേ, ചക്ര ഫർണിച്ചേഴ്സ്, സുനിദ്ര മാട്രസ് ആൻഡ് മെറി ബോയ് ഐസ്ക്രീംസ്. ഒഫീഷ്യൽ ഡിജിറ്റൽ പാർട്ണർ ലെസാഗോ ആപ്പ്. ടോപ്പ് സിംഗറിൽ 1ാം സമ്മാനം ലഭിക്കുന്ന വിജയ്ക്ക് തുടർച്ചയായിട്ടുള്ള നൽകുന്ന 50 ലക്ഷം രൂപയുടെ ഫ്ലാറ്റ്. 2ാം സമ്മാനം കിവി ഐസ്ക്രീം നൽകുന്ന 15 ലക്ഷം രൂപ. ലയസ്വര മാധുരിയുടെ വസന്ത വിരുന്നിൽ സുന്ദര രാഗ വിരുന്നൊരുക്കിയ ദിയക്കുട്ടി വരുന്നു ഒരു മനോഹര ഗാനവുമായി. വെൽക്കം കൃഷ്ണ ദിയ ഓൺ സ്റ്റേജ്. കണ്ണിൽ കണ്ണിൽ മിന്നും കണ്ണാടിയിൽ കണ്ണിൻ കണ്ണേ നിന്നെ കണ്ടു ഞാൻ. നമ്മുടെ കണ്ണിലുണ്ണിയാണ് ഈ ഗുളു എന്ന് പറയുന്നത്. ഏത് പാട്ടാണ് പാടുന്നത്? നെറ്റിൽ പൂള്ള സ്വർണ്ണ ചിറകുള്ള പക്ഷി. ആ അതെ. അപ്പൊ നീ പാടത്തെ നീ പാടാത്തത് എന്തേ? ഇപ്പൊ പാടാം. പാട്.
കിണ്ണം പക്ഷി നെറ്റിയിൽ പൂവുള്ള സ്വർണ്ണച്ചിറകുള്ള പക്ഷി നീ പാടാത്തതിന്തേ ഗ്ലൂസ്. എന്ത് രസമായിട്ടാ ഗുളു പാടുന്നേ. താങ്ക് യു. ഒരു നല്ലൊരു കൈയടി കൊടുക്കാം കേട്ടോ. താങ്ക് യു. ഗുളു മാക്സിമം ഗുളുവിന് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ഈ പാട്ട് ചെയ്തിട്ടുണ്ട്. അതിൽ അങ്കിൾ സാറ്റിസ്ഫൈഡ് ആണ്. ഓക്കെ റൈറ്റ്. ഗ്ലോസ് നന്നായിരുന്നു മോളെ. നല്ല നല്ല സെലക്ഷൻ. അതായത് ഈ പാട്ട് റെക്കോർഡ് ചെയ്യുമ്പോൾ ഞാനും മദ്രാസിൽ സ്റ്റുഡിയോയിലുണ്ട്. ABMC സ്റ്റുഡിയോയിലാണ് ഇത് റെക്കോർഡ് ചെയ്തത്. ഇതിനകത്ത് ഒരു 4 വരിയും കണ്ട് ഞാൻ പാടിയിട്ടുണ്ട്. ഇതാണ് ഓർമ്മതൻ കുങ്കുമ പാടങ്ങൾ. ഭയങ്കര ഇഷ്ടമാണത്. ഞാൻ എത്ര പ്രാവശ്യം കേട്ടിട്ടുണ്ട് ചേട്ടാ. ഒരു 4 വരി അങ്ങനെ അദ്ദേഹത്തിന്റെ പാടാനുള്ള ഒരു മഹാഭാഗ്യം എനിക്ക് കിട്ടി. അതുപോട്ടെ, കമ്മിങ് ടു ദിസ് തിങ്, നല്ലൊരു സെലക്ഷൻ. മോക്ക് കഴിവിന്റെ പരമാവധി, ഇത് കൊച്ചുകുട്ടിയല്ലേ, അപ്പൊ കഴിവിന്റെ പരമാവധി പാടിയിട്ടുണ്ട്. വെരി ഗുഡ്, കൺഗ്രാജുലേഷൻസ്. താങ്ക് യു. സാധാരണ ഇത്രയും പ്രായത്തിലുള്ള കുട്ടികളൊന്നും ഇത്രയും പോലും നന്നായിട്ട് പാടുമല്ലോ ഇങ്ങനത്തെ പാട്ടൊന്നും. ഇന്ന് പഴയ പോലെ 2 സൈഡിൽ മുടിയൊക്കെ കെട്ടിയിട്ട് വന്നിട്ടുണ്ടല്ലോ. ഇതാണ് ഏറ്റവും മാച്ച് ചെയ്യണത് ഗുളുമോൾക്ക്. എന്തായാലും പാട്ട് ഒന്നുകൂടി ശ്രദ്ധിക്കണം. ഓക്കെ, ഓൾ ദ ബെസ്റ്റ്. ഓൾ ദ ബെസ്റ്റ്. ടാറ്റാ. പാടിയ പാട്ടുകളിൽ ഓരോന്നിലും ലാസ്യലയ ഭാവങ്ങൾ നമുക്ക് സമ്മാനിച്ചിട്ടുള്ള നമ്മുടെ തേക്കുട്ടൻ. വെൽക്കം തേജസ് ഓൺ സ്റ്റേജ്. ഹലോ മിസ്റ്റർ തേക്സ്, ഓ, ഹൗ ആർ യു? ഐ ആം ഫൈൻ. അല്ലെന്ന് ഇത് എന്താ ഹോ ഒന്നും ഈ ശബ്ദം വരുന്നതേ, ഈ റസലിങ്ങിനൊക്കെ ഈ മസിലന്മാരല്ലേ, മസിലുള്ള ആൾക്കാർക്ക് ഓട്ടോമാറ്റിക്കലി ഇങ്ങനത്തെ ഒരു ശബ്ദം വരും. ഭയങ്കര എന്നൊക്കെ പറഞ്ഞിട്ട് എത്ര വിളിച്ചാലും ഇത്ര ഒച്ചേ വരുള്ളൂ. ഓ ഓ എന്നൊക്കെ കിട്ടത്തില്ല. MG അണ്ണന്റെ പോലത്തെ ശബ്ദമൊന്നും ഒരു മസിലിനും ഇതുവരെ കിട്ടിയിട്ടില്ല. എനിക്ക് മസിലില്ല, ശബ്ദമുള്ളൂ. അപ്പൊ തേക്കു, ഇത്തവണ പിടിച്ചോണം, വിടരുത് കേട്ടാ. ആ, എന്താണ്? മാനെ മലരമ്പൻ വളർത്തുന്ന കന്നിമാനെ. മാനേ, അതല്ലേ? ആ. അയ്യോടാ, സംഗതികൾ വളരെ കുറവുള്ള പാട്ടാ നീ എടുത്തിട്ടുണ്ടോ. ഞാനാണ് ഈ പാട്ടിന്റെ ട്രാക്ക് പാടിയത്. അപ്പൊ തേക്കൂട്ടാ, ഓ, നമുക്ക് ചോദിച്ചു പോവാം അല്ലേ? ആ, ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സർ. മലരമ്പൻ വളർത്തുന്ന കന്നിമാനെ, മെരുക്കിയാൽ മെരുങ്ങാത്ത കസ്തൂരി മാനെ, ഇണക്കിയാൽ ഇണങ്ങാത്ത മായ പൊന്മാനെ, കുറുമ്പിന്റെ കൊമ്പു കുലുക്കുന്ന ചോല പെൺമാനെ, തുള്ളി തുള്ളി തുളുമ്പുന്ന വമ്പുള്ള മാനെ, കാട്ടിലെ മുള്ളുള്ള മേട്ടിലെ ആലിപ്പറമ്പിൽ നിന്നോടി വന്നെത്തിയ മാനേ.
മെല്ലെ മാറിടുന്ന മാൻകിടാവേ പിടിച്ചു കെട്ടും കരളിലെ തടവറയിൽ മേതലോടും സ്വർണമാനെ കൊതിച്ചു പോയി കണ്ടു കണ്ടു കൊതിച്ചു പോയി വാർത്തിങ്കൾ നെഞ്ചിലേറ്റി മേതലോടും സ്വർണമാനെ കടവത്തു കണ്ട മായ പൊന്മാനെ ഉറുമ്പിന്റെ കൊമ്പു കുലുക്കുന്ന ചോല പെൺമാനെ തുള്ളി തുള്ളി തുളുമ്പുന്ന വമ്പുള്ള മാനെ ഇല്ലം കാട്ടിലെ മുള്ളുള്ള മേട്ടിലെ ആലിപ്പറമ്പിൽ നിന്നോടി വന്നെത്തിയ മാനെ തേക്കു, നീ ഒരു അത്ഭുത പ്രതിഭാശാലിയാണ്, പറയാതിരിക്കാൻ പറ്റില്ല. എന്ന് വെച്ചാല് ഈ റിയാലിറ്റി ഷോ തുടങ്ങിയപ്പോ തൊട്ട് ഈ ഇരിപ്പിരിക്കാൻ തുടങ്ങിയതാ. പലരും വന്ന് പാടുന്ന കേട്ടിട്ടുണ്ട്, ഒത്തിരി പേര് അസാധ്യമായിട്ട് പാടിയിട്ടുണ്ട്, ഫസ്റ്റ് കിട്ടിയിട്ടുണ്ട്. അങ്ങനെ പല വിധവും പല റിയാലിറ്റി ഷോയും കണ്ടിട്ടുണ്ട്. തമിഴിൽ കണ്ടിട്ടുണ്ട്, ഹിന്ദിയിൽ കണ്ടിട്ടുണ്ട്, ഇതര ഭാഷകളിൽ ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷെ ഈ മാനെ എന്നൊരു പാട്ട് ഇന്ന് വരെ ഒരു കുഞ്ഞു പോലും ഒരു ഫൈനൽസിന് ഒരു റിയാലിറ്റി ഷോയിലും എടുത്തിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് നിനക്ക് ഞാനൊരു വൻപിച്ച കൈഡി തരികയാണ്. ഗംഭീരമായിട്ട് പാടി. നല്ലൊരു ഫ്യൂച്ചർ ഉണ്ട് തേക്കൂട്ടന്. എല്ലാവിധ ആശംസകളും. തേക്കൂട്ടാ, ഈ സിനിമയില് തൊട്ട അയലോക്കത്തുള്ള ഒരു ചേച്ചിയെ ഇങ്ങനെ കളിയാക്കിക്കൊണ്ടും രസമായിട്ടൊക്കെയാണ് ലാലേട്ടൻ ഈ പാട്ട് പാടുന്നത്. ആ ചേച്ചി പിണങ്ങിയിരിക്കുമ്പോൾ പിണക്കം മാറ്റാൻ വേണ്ടിയിട്ട് പാടുന്നൊരു പാട്ടും കൂടെയാണിത്. കണ്ടിട്ടുണ്ട് ഈ സിനിമയില്. അപ്പൊ ഇപ്പൊ നമ്മുടെ തൊട്ട അയലോക്കത്തിരിക്കുന്ന ചേച്ചി ആരാ? ഭാവന ചേച്ചി. ആ മോഹൻലാൽ ഇരിക്കുന്ന കണ്ടാലും എന്തോ ഒരു പിണങ്ങിയിരിക്കുന്ന പോലെ ഒരു സങ്കടം എനിക്കുണ്ട്, ഇല്ലേ? അപ്പൊ ചെറിയൊരു ലാലേട്ടനൊക്കെ കളിച്ചിട്ട് ആ സ്വരങ്ങളൊന്ന് ചെന്ന് പാടിക്കൊടുത്താൽ ആ പിണക്കം മാറ്റാൻ പറ്റുമോ നോക്കി. മലരമ്പൻ വളർത്തുന്ന കന്നിമാരെ നെരുങ്ങാത്ത കസ്തൂരി ഗമ പനി സഗ രി ഗ രി രി ഗ രി രി ഗ രി രി ഗ രി സ രി നി സ പനി മ പ ഗ മ പനി സ ഗ മ പ മ
മഗരി മഗരി സരി സനിത സനിത പനിത പമ തപ മഗ പമഗരി മഗരി സ സഗ മഗ മ പമ പനി പനി സനി സഗ സഗ മഗ മ പ പ പ പ പ ഗ മ രി സ നി ധ പ മ ഗ രി. എടുത്തേക്കൂടാ ഓ നീയേ പാട്ടിലല്ല പറഞ്ഞത്, പാട്ടിന്റെ റോക്കറ്റിലാണ് പറഞ്ഞത്. നിനക്ക് വേണ്ടിയിട്ടാണ് ഈ റോക്കറ്റ്. ഈ റോക്കറ്റ് പറക്കുന്ന സയൻസിൽ, റോക്കറ്റ് സയൻസിൽ പ്രഗത്ഭനായ മധു ബാലകൃഷ്ണന് ഈ റോക്കറ്റ് ലോഞ്ച് ചെയ്യാൻ ഞാൻ അവസരം കൊടുക്കുന്നു. റോക്കറ്റ് സയൻസിൽ നമ്മൾ 4 പേരും റോക്കറ്റ് വിഷയത്തിന് മുമ്പ് ഒരു ചെറിയ കാര്യമുണ്ട്. റോക്കറ്റ് വിടുമ്പോ എപ്പോഴും പുറയുന്ന ഒരു എണ്ണലുണ്ട്. 9 പുറകോട്ട് എണ്ണം. ഞാൻ അത്ര എണ്ണുന്നില്ല, 3 എണ്ണം. 1 കഴിഞ്ഞാൽ വിട്ടോണം. കേട്ടല്ലോ? 3, 2, 1. അയ്യോ, അപ്പൊ നീ പാടിയതിന് ഇന്ന് എനിക്ക് പറയാനുള്ളതാണ് ദ ഗ്രേറ്റ് ഓഫ് ദ സബാഷ്. മുകേഷ് അങ്ങളെ, നമ്മുടെ ടോപ്പ് സിംഗറിൽ ഒരു കൊച്ചു മെലഡി രാജയുണ്ട്. അപ്പൊ അടുത്തതായിട്ട് നമുക്ക് അവനെ പരിചയപ്പെടുത്തി കൊടുത്താലോ അങ്കിളിന്? അപ്പൊ കോമ്പറ്റീഷനൊക്കെ ഇടയിൽ അവനിങ്ങനെ ചാടി തുള്ളി ഇങ്ങനെ ഓരോരുത്തടത്ത് നടക്കാൻ ഒരു ടെൻഷനും പേടി ഒന്നുമില്ല. അല്ല, അങ്ങനെയാണ് ഒരു കാര്യം ചെയ്യും. മീനുട്ടി വിളിക്കണ്ട, മുകേഷ് ഏട്ടൻ വിളിക്കും. എന്നാ അങ്ങ് കൊച്ചു മെലഡി രാജാവേ എന്നൊരു വിളി വിളിച്ച ആള് വരും. ഓടി വരും. കൊച്ചു മെലഡി രാജാവേ വാ. എത്ര മനോഹരം. ആര്? അയലത്തെ വീട്ടിലെ സുന്ദരി. നീ അവളെ അനന്തതയുടെ അജ്ഞാത നീലിമയിൽ ഒഴുകി വരുന്ന ഒരു അപ്സരസായി കണ്ടോ? കണ്ടു. എന്റെ അമ്മേ, നീല നിഷീദിനയിൽ താമര പൊയ്കയിൽ നീന്തി തുടിക്കുന്ന ഒരരേന്യമായി നീ അവളെ കണ്ടോ? കണ്ടു. നീ മറ്റൊരരേന്യമായി നീല തടാകത്തിൽ നീന്തി തുടിക്കുമ്പോൾ സ്നേഹപ്പൂക്കളുമായി കാത്തുനിന്ന ഒരു സ്വപ്ന സുന്ദരിയായി അവളെ കണ്ടോ? അതെ അളിയ, കണ്ടു കണ്ടു. ഓഹോ, പച്ച പട്ടുടുത്ത പ്രകൃതിയിൽ പട്ടുടുത്ത ഒരു പച്ച പനന്തത്തെയായി പാട്ടും പാടി അവൾ വരുന്നതായിട്ട് നിനക്ക് തോന്നിയോ? എന്റെ മനസ്സ് ഇത്ര മനോഹരമായി മനസ്സിലാക്കാൻ എങ്ങനെ കഴിഞ്ഞു? എന്റെ മനസ്സ് സൂക്ഷിപ്പുകാരനാ. എന്റെ ജീവിതം ഒരിക്കൽ കൂടി കോളം തോണ്ടാനാണോടാ ഉണ്ണികൃഷ്ണ നീ ഇപ്പൊ ഇങ്ങോട്ട് വന്നത്? ഇറങ്ങി പോടാ. ഉഗ്രനായിരുന്നു കേട്ടോ. ഒരിക്കലും മോന്റെ പ്രായത്തിലുള്ള ഒരാൾ ഈ പാട്ട് ഞാൻ പാടി കേട്ടിട്ടുമില്ല, പാടുമെന്ന് പ്രതീക്ഷിച്ചത് അല്ല. ചേട്ടൻ കാണാത്തതുകൊണ്ടാ. ഇവൻ ഇതൊന്നും അല്ല ഇവിടെ കാണിച്ച് കൂട്ടുന്നത്. ഇവൻ പാടാൻ നിന്ന എടുത്താ പൊങ്ങാത്ത പാട്ടുകൾ കൊണ്ടുവന്ന് പാടുന്ന ഒരുത്തനാ. ഇതിപ്പോ സ്പെഷ്യൽ ആയോണ്ടാ, മത്സരത്തിൽ നിൽക്കുന്നോണ്ടാ. അപ്പൊ എന്റെ വകയായിട്ട് ഒരു ചോക്ലേറ്റ്. ഇവന്റെ പ്രകടനങ്ങളൊക്കെ കാണാൻ പോകുന്നേ ഉള്ളൂ ചേട്ടൻ. താങ്ക് യു കേട്ടോ മോനെ. ശരി. അപ്പൊ റിജൂസ് പാടിക്കോടാ.
വന്നു നിന്നെ തേടി ശ്യാമയാ ഭൂമി തൻ ചന്ദ്രശാലാങ്കണം ഋതുകാലം മൂളം തണ്ടിൽ മൂടി എതിരെ കുമ്മല സന്ധ്യപൂ പൂമൂടി ശ്രാവണം വന്നു என்ன நான் செய்வேன் உன்னோட சேர என்ன റിച്ച് കോട്ടാൻസ് ഓ ചക്കരെ ഓ എങ്ങനെ പാടി എങ്ങനെ ഉണ്ടായിരുന്നു എങ്ങനെയാണ് അത് ഞാനൊന്നും പാടിയില്ലല്ലോ പറഞ്ഞ നീ പറ എങ്ങനെയുണ്ട് എനിക്കറിയില്ല. നിനക്ക് എവിടെയൊക്കെ നന്നായിട്ട് വന്നു? ആടും ശ്രീപാദം, പിന്നെ എൻ്റെ മൗനങ്ങളിൽ ഗാനമാകുന്നു നീ, എൻ്റെ നെഞ്ചു വീണാക്കി പാടുന്നാരോ സഖി. അത് നന്നായി അല്ലേ? ആ പിന്നെ ഏതൊക്കെ നന്നായി? പിന്നെ മറ്റേ ലാസ്റ്റത്തെ പല്ലവിയിലെ വന്നു, അത് ഇഷ്ടപ്പെട്ടു. അത് ഇഷ്ടപ്പെട്ടു നിനക്ക്? പിന്നെന്തൊക്കെ ഇഷ്ടപ്പെട്ടു? പിന്നെ അങ്ങനെയൊന്നുമില്ല, എല്ലാ വരിയും ഇഷ്ടപ്പെട്ടു. ആണോ? എല്ലാം ഇഷ്ടപ്പെട്ടു. ഒരു 20 വയസ്സിന് ശേഷം പാടേണ്ട പാട്ടാണ് ഈ 8 വയസ്സിൽ പാടിയത്. എന്തായാലും അതും കൊള്ളാം, പാട്ടും കൊള്ളാം. എനിക്ക് ചെറിയ പ്രായം തൊട്ട് മൈഗ്രെയിൻ ഉണ്ടായിരുന്നു. അപ്പം നമ്മളിത് ആരോടെങ്കിലും പറഞ്ഞാൽ അപ്പം തന്നെ ഒരാളൊരു അടൂര് ഒരാളുണ്ട്, പുള്ളിയുടെ അടുത്തൊന്ന് ചെന്ന് കഴിഞ്ഞാൽ ഒരു പരിപാടി ഉണ്ട് മാറ്റും. അപ്പം നമുക്കിത് മാറാൻ വേണ്ടി നമ്മൾ അവിടെ പോകും. അത് കഴിഞ്ഞിട്ട് കുറച്ച് ദിവസം കഴിഞ്ഞ് പിന്നെ പരിപാടി നമ്മുടെ ഇവിടെ വേറൊരു നാട്ടുവൈദ്യനുണ്ട്, വേറൊരു മുത്തശ്ശി ഇത് പറഞ്ഞു വിലക്കും, വേറൊരു ഹോസ്പിറ്റലിൽ ഹോമിയോ നല്ലതാണ്. ഇങ്ങനെ ഞാനൊരു 15-20 വർഷമായിട്ട് ഈ ലോകത്ത് കിട്ടാവുന്ന എല്ലാ വിദേശ രാജ്യങ്ങളിൽ പരിപാടിക്ക് പോയാൽ പോലും അവിടെ മൈഗ്രെയിൻ്റെ ചികിത്സ ഉള്ള സ്ഥലമുണ്ടെന്ന് കണ്ടുപിടിച്ച് ഞാൻ ചെയ്ത് എൻ്റെ മുന്നിൽ നിന്ന് ചില ആൾക്കാർ ഇതുണ്ട് എന്ന് പറയുമ്പോൾ ഞാൻ കൃത്യം പറഞ്ഞു കൊടുക്കും. ഇന്നതല്ല, ഇന്ന പണി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇന്ന സംഭവം വരൂല്ലേ, നിങ്ങൾ ഇന്നൊക്കെ ചെയ്ത് കഴിഞ്ഞിരിക്കുവാണോ, അങ്ങനെയാണ് ഇത്രയും ചെയ്യേണ്ട, ഇനി ഇത്രയും ചെയ്താൽ മതി എന്ന് വെച്ചാൽ ഇത് ചികിത്സിച്ച് ഞാനിപ്പോൾ ഇത് ചികിത്സിക്കാൻ പഠിച്ചു. വേണമെങ്കിൽ ഒരു മൈഗ്രെയിൻ ചികിത്സ ഏതൊരു എനിക്ക് തുടങ്ങാം. എനിക്ക് ഇതിൻ്റെ പരിപാടി ഞാൻ ഇത് പറയാൻ കാരണം ഇവരുടെ ഈ ജഡ്ജ്മെന്റ് കൃത്യമായി മനസ്സിലാക്കുന്നത് കൊണ്ടും അനുഭവിച്ചതുകൊണ്ടും ഇപ്പം പല തവണയായിട്ട് എന്തൊക്കെയാ തെറ്റിയത് എന്ന് ചോദിക്കുമ്പം ഇവർ തന്നെ അങ്ങ് പറയാ അതിൻ്റെ തുണ്ട് പല്ലവിയുടെ ആദ്യത്തേനകത്തെ ഒരു സാധനം പോയി, എന്തൊക്കെയാ നന്നായിട്ട് പാടിയത്, അത് ആ 3ാമത്തെ വരിയുടെ 4ാമത്തെ വരി ഞാൻ നന്നായിട്ട് പാടിയെന്ന് പറഞ്ഞ് വളരെ കൃത്യമായിട്ട് പാട്ടും പാടി ജഡ്ജിങ് ചേർത്ത് എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് തന്നെ അറിയാം. അത് അറിയാൻ പറ്റുന്നത് എന്തുകൊണ്ടാണെന്നറിയാവോ? നിങ്ങൾക്ക് ആ പാട്ട് അത്ര ഗംഭീരമായിട്ട് കൃത്യമായിട്ട് ഉൾക്കൊണ്ട് മനസ്സിലാക്കാൻ പറ്റുന്നതുകൊണ്ടാണ് എവിടെയാണ് പ്രശ്നം എന്നുള്ളത് കണ്ടുപിടിക്കാൻ പറ്റുന്നത്. അപ്പൊ അതിന് ഇവർക്കൊക്കെ ഒരു താങ്ക് യു പറയണ്ടേ? എന്നാ പറ. താങ്ക് യു. നന്നായിട്ട് പാടി. ഒരു എന്താ പറയാ, ഒരു ലിറ്റിൽ ബണ്ടിൽ ഓഫ് എനർജിയാണ് ഇങ്ങനെ ചാടി 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 ചാടി. നല്ല രസമാണ് കാണാൻ. ഓൾ ദി ബെസ്റ്റ് കണ്ണാ. താങ്ക് യു. ഓൾ ദി ബെസ്റ്റ്. സപ്തസ്വര സംഗമ വേദിയിൽ മിന്നും പ്രകടനം കാഴ്ചവെച്ച വൈഷ്ണവി കുട്ടിക്ക് ടോപ്പ് സിംഗർ ഫിനാലെ വേദിയിലേക്ക് സ്വാഗതം. ഹലോ. ഹായ്. ഹായ്. എന്നാ ഉണ്ട് വിശേഷം? നല്ല വിശേഷം. ഹലോ. ഹലോ. ഏത് പാട്ടാ മോളെ? ഞാൻ ഇന്ന് ചെമ്പരത്തി എന്നുള്ള സിനിമയിലെ ചക്രവർത്തിനി അത് മെയിൽ സോങ് അല്ലേ? അത് മാധുര്യമ്മ പാടിയതുണ്ട്. ഓ, പക്ഷെ ഞാൻ മെയിൽ വേർഷനാ പഠിച്ചിട്ടുള്ളത്. അപ്പൊ മെയിൽ വേർഷന് സംഗതി കൂടുതലാ. അതെ അതെ, അറിയാമല്ലോ. എംജണ്ണ മറ്റേല് സംഗതി കുറവായത് കൊണ്ടാണ് മെയിൽ വേർഷൻ പഠിച്ചേക്കുന്നത്. എല്ലാരും പ്രാർത്ഥിച്ചോണ്ട് ഐശ്വര്യമായിട്ട് പാടിക്കും. ഓക്കെ, ഓക്കെ സർ. ഓൾ ദി ബെസ്റ്റ്. പുഷ്പപാദുകം പുറത്തു
ചിക്കണിക്കുട്ടി, എന്തോ ഞാൻ ഇങ്ങനെ മോള് പാടിക്കൊണ്ടിരുന്നപ്പോ മേളിലൊരു മാഷ് അവിടെ ഇരിപ്പുണ്ടായിരുന്നു. ദേവരാജ മാഷ്. മാഷ് ദാ ഇങ്ങനെ കൈ കാണിച്ചോണ്ട് അനുഗ്രഹിച്ചോണ്ടേയിരുന്നു. അദ്ദേഹത്തിന്റെ മനസ്സിൽ നിന്നുള്ള ആത്മാവിൽ നിന്നുള്ള ശക്തി മോക്കിങ്ങനെ എന്താണ് വർഷിച്ചോണ്ടിരുന്നു. പുഷ്പവൃഷ്ടി പോലെ ഇങ്ങനെ ചൊരിഞ്ഞോണ്ടിരുന്നു. മക്കളെ, സത്യത്തില് എനിക്ക് അവിടെ വന്ന് മക്കളെ കെട്ടിപ്പിടിക്കുന്ന ആഗ്രഹമാണ്. കഷ്ടമാണ് ഇപ്പൊ അത് സാധിക്കാത്തത് എന്ന് എനിക്ക് പറയാനുള്ളത്. കൊറോണ വൈറസ്. ഒരു പാട്ടിന്റെ ഉത്സവം പോലെ എനിക്ക് തോന്നി. ഒരു 5 മിനിറ്റുള്ള ഒരു ഉത്സവം അല്ലെങ്കിൽ 4.5 മിനിറ്റുള്ള ഒരു പാട്ടിന്റെ ഉത്സവമാണ് നമ്മുടെ കുഞ്ഞ് ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നത്. അതും മാസ്റ്ററുടെ പാട്ടാണ്. മാസ്റ്റർ എങ്ങനെ ആഗ്രഹിച്ചോ അതുപോലെ പാടിയതായിട്ട് എനിക്ക് തോന്നി. മ്യൂസിക്കിനെ ഇങ്ങനെ ഹൃദയത്തോട് ചേർത്ത് വെച്ചിരിക്കുന്ന കുഞ്ഞു മകളാണ്. അപ്പോൾ എൻ്റെ മകളോട് എനിക്ക് സ്നേഹം മാത്രമല്ല, എന്നെക്കാൾ ഒരുപാട് കൊച്ചാണെങ്കിലും എനിക്ക് റെസ്പെക്റ്റ് തോന്നുന്നുണ്ട്. ആ രീതിയിലാണ് നമ്മുടെ വൈഷ്ണവി കുട്ടി, നമ്മുടെ അമ്മമ്മ അല്ല തത്തക്കുട്ടി. വൈഷ്ണവി കുട്ടി, എന്തോ ശരിക്കും പറഞ്ഞാൽ ഞങ്ങളൊക്കെ എഴുന്നേൽക്കാൻ പോയതാണ്. മനസ്സുകൊണ്ട് എഴുന്നേറ്റു, പക്ഷെ ഞങ്ങൾ ഇരുത്തിക്കളഞ്ഞു. എന്തോ ഇരുത്തിക്കളഞ്ഞു വെച്ചാൽ നമ്മളൊക്കെ ഇരുന്ന് പോയി. അത്രയ്ക്ക് നന്നായിരുന്നു, അത്രയും ഗംഭീരമായിരുന്നു പാടിയതെന്നാണ് എൻ്റെ അർത്ഥം. നമ്മളെ അതിഗംഭീരമായിരുന്നു. ഈ ചക്രവർത്തിനി എന്നുള്ള പാട്ട് ചെമ്പരത്തി എന്ന സിനിമയിൽ ആണ് ഉള്ളത്. രാഘവൻ, സുധീർ, ശോഭന ഈ 3 പേരുമാണ് അതിനകത്ത് പ്രധാന താരങ്ങൾ. PN മേനോൻ എന്ന സംവിധായകനാണ് അത് ഡയറക്റ്റ് ചെയ്തത്. SK നായർ എന്നുള്ള ആളാണ് പ്രൊഡ്യൂസർ. ഇതെല്ലാം ഞാൻ പറയുന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പഠിച്ച സ്കൂളിൻ്റെ തൊട്ടടുത്താണ് ഇത് ഷൂട്ട് ചെയ്തത്. ഞാനൊക്കെ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് സിനിമയോടുള്ള ആഗ്രഹം, സിനിമ എന്താണ്, ഷൂട്ടിംഗ് എന്താണ് എന്നൊക്കെ എല്ലാ ദിവസവും കണ്ട ഒരു സിനിമയാണ് ഈ ചെമ്പരത്തി എന്നുള്ളത്. ആ സമയത്ത് ഞാൻ കേട്ട ഒരു കഥയാണ്. അത് എത്രമാത്രം ശരിയാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷേ ശരിയാണെങ്കിലും അല്ലെങ്കിലും അത് ചുമ്മാ ഒന്ന് പറയുകയാണ്. അതായത് ഈ ചക്രവർത്തിനി എന്നുള്ള ഗാനം ശ്രീ വയലാർ രാമവർമ്മയാണ് എഴുതിയത്. അപ്പോൾ SK നായർ വളരെ അടുത്ത ഫ്രണ്ടാണ്, ഈ പ്രൊഡ്യൂസറുടെ ഏറ്റവും അടുത്ത ഫ്രണ്ടാണ് വയലാർ. അപ്പം നമ്മുടെ പടത്തിനകത്ത് അതിഗംഭീരമായൊരു പാട്ട് വേണം വയലാർ, അത് ഇങ്ങനൊരു സിറ്റുവേഷനാണ് എന്ന് പറഞ്ഞിട്ട് ഇദ്ദേഹത്തിനെ പാട്ട് എഴുതിപ്പിക്കാൻ വേണ്ടി അദ്ദേഹം കാറിലൊക്കെ പോയിട്ട് അവസാനം വൈക്കം എന്ന് പറഞ്ഞ സ്ഥലത്ത് ഗസ്റ്റ് ഹൗസിൽ ഇവർ രണ്ടുപേരും കൂടെ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിരുന്നു. അങ്ങനെ രാത്രിയിൽ എഴുതാം, അപ്പം ആ പാട്ട് എഴുതുമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ അതിനൊരു മൂഡ് വരുമ്പോൾ ഞാൻ എഴുതാം. അങ്ങനെ സംസാരിച്ചിരുന്നിട്ട് രണ്ടുപേരും ഉറങ്ങിപ്പോയി. രാവിലെ SK നായർ പ്രൊഡ്യൂസർ എഴുന്നേറ്റ് നോക്കിയപ്പം വയലാറിനെ കാണാനില്ല. അപ്പം പറഞ്ഞു, അയ്യോ ഇനി ആ പാട്ടില്ലാതെ ഞാൻ എങ്ങനെ പോവും, ഈ പാട്ട് നമ്മൾ എഴുതിപ്പിച്ചിട്ട് ഉറങ്ങിയാൽ മതിയായിരുന്നു, കഷ്ടമായി പോയി എന്നൊക്കെ പറഞ്ഞിട്ട് നോക്കിയപ്പോൾ ആ മേശയുടെ പുറത്ത് ചക്രവർത്തിനി എന്നുള്ള പാട്ട് എഴുതിയിട്ടൊരു പേപ്പർ വെയിറ്റിങ്ങിന് എടുത്ത് വെച്ചിരിക്കും. അപ്പോൾ ആ പാട്ട് അന്ന് അങ്ങനെ എഴുതിയത് ഇന്ന് മോൾക്ക് എത്ര വയസ്സുണ്ട്? 8 വയസ്സ്. 8 വയസ്സുകാരി പോലും ഇത്ര മനോഹരമായിട്ട് എൻ്റെ വരികൾ പാടാൻ പറ്റുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊക്കെയാണ് ഒരു കലാസൃഷ്ടിയുടെ ലോകോത്തരത്തിലേക്കുള്ള സഞ്ചാരം. വളരെ സന്തോഷം. ഭാവന ചേച്ചി, എങ്ങനെ ഉണ്ടായിരുന്നു നമ്മുടെ വൈഷ്ണവി കുട്ടീസിന്റെ പാട്ട്? വൈഷ്ണവി നന്നായിട്ട് പാടി. താങ്ക് യു. വൈഷ്ണവി, ഞാൻ പറഞ്ഞല്ലോ നേരത്തെ, വൈഷ്ണവിയുടെ സൗണ്ട് കേൾക്കുമ്പോൾ ശരിക്കും ഇങ്ങനെ അടുത്ത് വന്നിട്ട് ഇങ്ങനെ കൊഞ്ചിക്കാൻ തോന്നും, അത്ര ക്യൂട്ടാണ്. നന്നായിട്ട് പാടി. അങ്ങനെയാണെങ്കിൽ അടുത്തൊന്ന് കൊഞ്ചിക്കാൻ തോന്നുവാണെങ്കിൽ വൈഷ്ണവി ഒന്ന് അടുത്ത് ചെല്ലുവാണെങ്കിൽ ഭാവന കൊഞ്ചിച്ചിട്ട് വിടും കേട്ടോ. മൈക്കിൽ കൊഞ്ചിക്കണേ. മൈക്കിൽ ഞാൻ കൊഞ്ചിക്കാറില്ല. Playback. Okay, all the best. Thank you. Bye bye. Bye. ഈ
ഗ്രാൻഡ് ഫിനാലയുടെ തുടക്കം മുതലേ ഭാവന ചേച്ചി നമ്മുടെ കൂടെ ഉണ്ട്. ഒരുപാട് വിശേഷങ്ങളൊക്കെ പറഞ്ഞു, നമ്മളെല്ലാവരും ഒരുപാട് എൻജോയ് ചെയ്തു. താങ്ക് യു സോ മച്ച് ചേച്ചി. അപ്പോൾ ചേച്ചിക്ക് കുറച്ച് തിരക്കുള്ളത് കൊണ്ട് ചേച്ചി ഇറങ്ങുകയാണ്. ഇപ്പോൾ നമ്മുടെ പ്രിയപ്പെട്ട പ്രേക്ഷകരെല്ലാവരും കാത്തിരിക്കുന്നത് എന്തിനാണ് എന്നെനിക്കറിയാം. അതേ, നമ്മുടെ സെക്കൻഡ് സ്റ്റേജ് ഓഫ് ഫിനാലെ കഴിഞ്ഞിരിക്കുകയാണ്. ഇനി ഇവിടുന്ന് തേർഡ് സ്റ്റേജിലേക്ക് ആരൊക്കെയാണ് പാടാൻ പോകുന്നത് എന്നറിയാനുള്ള സമയമാണ്. അതറിയാൻ വേണ്ടിയിട്ട് ഞാൻ നമ്മുടെ പ്രിയപ്പെട്ട ജഡ്ജസിനെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാണ്. വെൽക്കം ജഡ്ജസ് ഓൺ സ്റ്റേജ്. തിരുവോണ ദിവസമായിട്ട് ടോപ്പ് സിംഗറിന്റെ കുട്ടികൾ പാടുന്ന എല്ലാ പാട്ടുകളും നിങ്ങൾ വളരെയധികം ആസ്വദിക്കുന്നു എന്നെനിക്ക് മനസ്സിലാവുന്നുണ്ട്. നിങ്ങളിപ്പോൾ സദ്യയൊക്കെ ഉണ്ട് കഴിഞ്ഞ് കാണും. ചിലപ്പോൾ ചിലര് സദ്യ ഉണ്ണാതെ തന്നെ നമ്മുടെ കുട്ടികളെ വീണ്ടും കേൾക്കാൻ വേണ്ടി, പാട്ട് കേൾക്കാൻ വേണ്ടി വീണ്ടും ടിവിയുടെ മുമ്പിൽ ഇരിക്കുന്നവരും കാണും. എന്തായാലും സദ്യയൊക്കെ ഉണ്ട് കാണും എന്ന് എൻ്റെ ഒരു ഊഹം ഞാൻ പറയുന്നു. രണ്ടാം ഘട്ടം ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. കഴിഞ്ഞ ഘട്ടത്തിൽ 12 പേരായിരുന്നു. എല്ലാവരും നന്നായിട്ട് പാടുന്നവരാണ്. പക്ഷെ ഞങ്ങൾക്കുള്ള ഒരു ബുദ്ധിമുട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു ഫിനാലെ ആകുമ്പോഴത്തേക്ക് ഒരു 1ാം സ്ഥാനക്കാരൻ, 2ാം സ്ഥാനക്കാരൻ, 3ാം സ്ഥാനക്കാരൻ ഇവരൊക്കെ വരണമല്ലോ. അപ്പം ഒരു കുറച്ച് പേരെ മാറ്റി നിർത്തേണ്ടത് അനിവാര്യമായതുകൊണ്ട് മാത്രം ആണ് ഞങ്ങൾ കുറച്ച് കുട്ടികളെ മാറ്റി നിർത്തുന്നത്. അപ്പം 12 പേരിൽ നിന്ന് കുറച്ച് കുട്ടികളെ ഞങ്ങൾ മാറ്റി നിർത്തിയിട്ടുണ്ട്. അപ്പോൾ സദ്യയൊക്കെ ഉണ്ട്, വയറൊക്കെ നിറഞ്ഞു നിൽക്കുന്ന ഒരു വ്യക്തിയുണ്ട്. നമ്മുടെ കുട്ടൻ മാത്രമല്ല, കുട്ടന് എന്താണ് കേറ്ററിംഗ്, കുട്ടൻ്റെ വൈഫിന് പ്രിയയ്ക്ക് കേറ്ററിംഗ് സർവീസൊക്കെ ഉണ്ട്. അപ്പോൾ ഓണസദ്യ കഴിഞ്ഞു, 2ാം ഘട്ടം കഴിഞ്ഞു. കുട്ടാ, വിഷു, മധു, നമ്മുടെ സുന്ദരി മീനുക്കുട്ടി, ആരാണ് ഇനി അടുത്ത ഗ്രാൻഡ് ഫിനാലയിലോട്ടുള്ള കുട്ടികൾ എന്ന് നമുക്ക് ഇതാ നോക്കാം. അപ്പൊ നിങ്ങളെല്ലാം കണ്ടല്ലോ, നമ്മുടെ 8 കുട്ടികളാണ് മെഗാ ഫൈനലിൽ വരാൻ പോകുന്നത്. നമ്മുടെ 8 കിടുങ്ങാമണികളാണ് വരാൻ പോകുന്നത്. അപ്പൊ നമുക്ക് അവർക്കൊരു ബാഡ്ജ് കൊടുക്കണ്ടേ? മീനുട്ടി, എന്തോ ബാഡ്ജ് കൊണ്ടുവരൂ. പന്തളം കൊട്ടാരത്തിൽ നിന്നുമുള്ള തിരുവാഭരണ ഘോഷയാത്ര പ്രത്യേകതരം ഞാൻ പ്രത്യേകം പറഞ്ഞുണ്ടാക്കിച്ച ബാഡ്ജാണ്. അണ്ണാ, വേറെ കാര്യമുണ്ട്. മീനുട്ടി ഓൾറെഡി നയം വ്യക്തമാക്കിയിട്ടുണ്ട്. അണ്ണൻ പറഞ്ഞ പരിപാടി ഒന്നും നടക്കൂല. വേലപ്പണ്ണനും പത്തനാമണ്ണനും പറ്റൂല. ന്യൂജൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ കണ്ടുപിടിച്ചോളൂ എന്ന് അച്ഛ എന്നാണ് എന്റെ അടുത്ത് പറഞ്ഞത്. അത് പിന്നെ അച്ഛൻ നോക്കണ്ടേ? ചതി. അതാണ് മീനുട്ടി കാണിച്ചത്. ആ പപ്പനാവണ്ണനും വേലപ്പണ്ണനും ഈ ഓണമായിട്ട് സദ്യയൊക്കെ കഴിച്ച് വയറൊക്കെ തടവി. അല്ല, പപ്പനാവണ്ണന്റെ വിഷമം പത്മനാഭണ്ണനെ അറിയുള്ളൂ, അറിയില്ല. വേലപ്പണ്ണന്റെ വിഷമം വേലപ്പണ്ണനെ മാത്രമേ അറിയുള്ളൂ. അത് മീനുട്ടിക്ക് ഒരിക്കലും അറിയില്ല. പക്ഷെ ഇപ്പൊ ഇത് കണ്ടപ്പോ എനിക്ക് വേറൊരു കാര്യം തോന്നി കേട്ടോ. മൊത്തത്തിൽ വനിതാ ഭൂരിപക്ഷമാണ് ഈ 8 കിട്ടിയിരിക്കുന്നത്. 2 പിള്ളേരെ ആൺപിള്ളേര് വന്നിട്ടുള്ളൂ. വൻ സ്ത്രീ ഭൂരിപക്ഷത്തോടു കൂടിയാണ് നമ്മുടെ ഫിനാലിലോട്ട് നമ്മൾ പോകാൻ പോകുന്നത് കേട്ടാ. 2 പേരേ ഉള്ളൂ. ഞാൻ അത് സത്യത്തിൽ ഇപ്പോഴാണ് നോട്ട് ചെയ്തത്. കാരണം നമ്മളിത് ചെയ്യുമ്പോഴത്തേ നമ്മൾ അറിയുന്നില്ലല്ലോ. നമ്മൾ ഈ പാട്ട് മാത്രമല്ലേ കേൾക്കുന്നത്. അവരെന്ത് ചെയ്യുന്നു, എങ്ങനെയാണ് പാടുന്നത്, അവരുടെ പെർഫോമൻസ്, അവരുടെ മൂവ്മെന്റ്സ് എങ്ങനെയാണ്, അവർ ചിരിച്ചോണ്ടാണോ പാടുന്നത്, അവർക്ക് ടെൻഷൻ ഉണ്ടോ, അങ്ങനെയുള്ള കുറെ കാര്യങ്ങളെല്ലാം നമ്മൾ നോക്കുന്നേ ഇല്ല. പരിപാടിയുടെ പ്രൊഡ്യൂസർ ഒരു വനിതയാണ്, ജയിച്ചിരിക്കുന്നത് കൂടുതലും വനിതയാണ്, നമ്മുടെ ആങ്കർ ഒരു വനിതയാണ്. എന്തൊരു ഇതാ അല്ലേ, എത്ര പെൺകുട്ടികൾക്കാണ് ഇവിടെ അവസരം കൊടുത്തിരിക്കുന്നത്. പക്ഷെ ഞങ്ങൾ പപ്പനാഭൻ ചേട്ടന്റെ കൂട്ടത്തില എല്ലാം കഴിഞ്ഞ അവസാനം. പക്ഷെ എനിക്ക് വേണ്ട. 21 പേരിൽ നിന്ന് നമ്മൾ 12 പേരെ തിരഞ്ഞെടുത്തു. ഇപ്പോൾ 2ാം ഘട്ടം കഴിയുമ്പോൾ 12 പേരിൽ നിന്ന് 8 പേരെ തിരഞ്ഞെടുത്തിരിക്കുന്നു. നേരത്തെ 12 കുട്ടികൾക്ക് കൊടുത്തിരുന്നത് സിൽവർ ബാഡ്ജാണ്. ഇപ്പോൾ നമ്മുടെ 8 മക്കൾക്ക് കൊടുക്കുന്നത്, ഈ മെഗാ ഫിനാലയിലേക്ക് കയറിയിരിക്കുന്ന നമ്മുടെ മക്കൾക്ക് കൊടുക്കുന്നത് ഗോൾഡൻ ബാഡ്ജാണ്. ഓടിവാ മക്കളെ, മെഗാ ഫിനാലേക്ക് ഓടിവാ മക്കളെ. നമ്മുടെ ഈ ഉത്സവത്തില് നമുക്ക് വളരെ പ്രഷ്യസ് ആയിട്ടുള്ള 2 ആൺതരികളാണ് നമ്മുടെ മുന്നിൽ നിൽക്കുന്നത്. നമ്മുടെ തേക്കുട്ടനും നമ്മുടെ റിച്ചൂട്ടനും 2 കുട്ടന്മാരാണ്. കണ്ട അവനാ താങ്ക് ഇട്ടുണ്ടോ, ആ സാധനം പോയ പോക്കുണ്ടോ അത്.
അജിത്. എൻ്റെ സംഗീത യാത്രയിൽ ഒരുപാട് അഭിമാന നിമിഷങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതിൽ ഈ നിമിഷം തീർച്ചയായിട്ടും ഞാൻ എൻ്റെ ഹൃദയത്തിലൊരു പ്രത്യേകമായിട്ടുള്ള സന്തോഷത്തിൻ്റെ ഇടത്തിൽ വയ്ക്കുകയാണ്, അഭിമാനത്തിൻ്റെ ഇടത്തിൽ വയ്ക്കുകയാണ്. കാരണം ഈ കുഞ്ഞുങ്ങൾ എങ്ങനെയാണ് വളരുന്നതെന്ന് നോക്കി ഇരിക്കുന്ന ആൾക്കാരാണ് നമ്മൾ. അവരിപ്പോൾ ഈ 8 മുത്തുകളും മുത്തിനും മുത്തായ കണ്ണിനും കണ്ണായ നമ്മുടെ മക്കള് ഈ ഫൈനലിലേക്ക് എത്തുമ്പോൾ ഇവരിൽ ആര് ജയിച്ചാലും നമുക്ക് സന്തോഷം മാത്രമാണുള്ളത്. അപ്പൊ എല്ലാവർക്കും കൂടെ ഒരു ഷിക്കാൻ. എല്ലാവർക്കും അപ്പോ ഗംഭീരമായിട്ട് ഇനി ഫിനാലെയാണ്, മെഗാ ഫൈനൽസ് ആണ്. ഗംഭീരമായിട്ട് പ്രാക്ടീസ് ചെയ്ത് റെഡിയായി ഇവിടെ വന്ന് ഗിവ് യുവർ ബെസ്റ്റ് കേട്ടോ. അതെല്ലാം ആസ്വദിക്കാനായിട്ട് നമ്മൾ എല്ലാവരും അവിടെ ഉണ്ടാവും കേട്ടോ. ഓൾ ദി ബെസ്റ്റ്.